മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് മഹത്വം നൽകിയ പ്രവാചകനാണ്. അല്ലാഹു ഒരുപാട് കഴിവ് നൽകിയ പ്രവാചകനാണ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പേര് തന്നെ കണ്ടില്ലേ, ഒരു അത്ഭുതമാണ്. റൂഹുല്ലാഹ്, ഒരു പുരുഷനില്ലാതെ ഒരു ബാപ്പയില്ലാതെ ഉമ്മയാകുന്ന മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആ മഹദിയുടെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു നൽകിയ കൺമണിയാണ് മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അറിവിന്നിലാവിന്റെ മജ്‌ലിസ് കേൾക്കുന്നവരെ കൂട്ടത്തില് ഒരുപാട് സഹോദര സഹോദരിമാരെ മക്കളില്ലാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഉസ്താദ് പറയാണ്, നിങ്ങളെ മനസ്സ് തളരാൻ പാടില്ല. നിങ്ങളെ മനസ്സൊരിക്കലും തളർന്നു പോവാൻ പാടില്ല. കാരണം ആര് മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് പല ചോദ്യങ്ങളോട് പല ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കാൻ കഴിയാതെ പലപ്പോഴും നിങ്ങളെ വിഷമിച്ച സമയങ്ങളുണ്ടാവാം. കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോ, കുടുംബത്തിലൊരു സൽക്കാരം നടക്കുമ്പോ അവിടെ പോവാൻ നമ്മുടെ സഹോദരിമാര് മടി കാണിക്കുന്നത്, മക്കളില്ലാത്ത സഹോദരിമാരവിടെ പോകുമ്പോ അവരോട് ചോദിച്ച് മനസ്സ് വിഷമിക്കുന്ന ചില വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. അത് കാരണമാണ് പലപ്പോഴും പലരും പിന്നോട്ടടിക്കുന്നത്. തളരരുത് പെങ്ങളെ, തളരാൻ പാടില്ല ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞ് അത്ര വർഷമായി, ഒരുപാട് വർഷമായി മക്കളില്ലല്ലോ, നിങ്ങളെ വിഷമിക്കരുത്. യജമാനനായ റബ്ബ് നമ്മളെ കൈവടിയൂല. അവിടെ നമുക്ക് സമാധാനമാണ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു പുരുഷനില്ലാതെയല്ലേ, ഒരു ഭർത്താവില്ലാതെയല്ലേ, പാപ്പയില്ലാതെയല്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് ഭർത്താവില്ലാതെയല്ലേ യജമാനനായ റബ്ബ് മക്കളെ നൽകിയത്. നിങ്ങൾ ആ ചരിത്രമൊന്ന് ആലോചിച്ചു നോക്കിയേ. അല്ലാഹു മറിയം ബീവിയിലൂടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകിയത് ഒരു ഭർത്താവില്ലാതെയല്ലേ നൽകിയത്. ഭർത്താവില്ലാതെ മക്കളെ നൽകാൻ കഴിവുള്ള അല്ലാഹ്, ആ റബ്ബിനെന്തേ നിങ്ങൾക്ക് മക്കളെ തരാൻ കഴിയൂലേ? ആ റബ്ബിനെന്തേ നിങ്ങൾക്കുള്ള തടസ്സമുണ്ടെങ്കിലും ആ തടസ്സം മാറ്റിയിട്ട് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരുമല്ലോ. അതുകൊണ്ട് വിഷമിക്കാൻ പാടില്ല. ആർക്ക് തടസ്സമുണ്ടെങ്കിലും, ഭർത്താവിനും ഭാര്യയ്ക്കും തടസ്സമുണ്ടെങ്കിലും അല്ലാഹു അതൊക്കെ മാറ്റി തരട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം അതാ ആരുമില്ലാത്ത വിശാലമായ വിജനമായ മലയുടെ സമീപത്തിലൂടെ നടന്നു പോവുകയാണ്. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ നടന്നു പോകുന്ന ആരുമില്ലാത്ത സ്ഥലമാണ്, പരിസരത്തൊന്നും ആരുമില്ല. ഒരൊറ്റപ്പെട്ട വിശാലമായ മലകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരുപാട് ദൂരെ നിന്ന് ഒരു പ്രകാശം കണ്ടു. ഒരുപാട് ദൂരെ നിന്നൊരു പ്രകാശം കണ്ടു. അതങ്ങനെയാണല്ലോ, ആരുമില്ലാത്ത പ്രദേശത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ ഒരുപാട് ദൂരെ ഒരു പ്രകാശം കാണുമ്പോ നമ്മളത് എന്താണെന്ന് അന്വേഷിക്കുമല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. എന്ത് പ്രകാശമാണ്? നല്ലൊരു പ്രകാശമാണല്ലോ. ആ പ്രകാശത്തിന്റെ അടുക്കലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കുകയാണ്. അടുത്തപ്പോഴാണ് അതൊരു പർവ്വതമായിരുന്നു, ഒരു മലയായിരുന്നു. മലയുടെ ഒരു ഭാഗം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ
ഇത്രയും പർവ്വതങ്ങൾ ഈ പരിസരത്ത് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് റബ്ബേ ഈ പർവ്വതം മാത്രം ഇങ്ങനെ പ്രകാശിക്കുന്നത്? ഈ പർവ്വതത്തിന് ഇങ്ങനെ പ്രകാശം വരാൻ കാരണമെന്താ? അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്താണെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, ആ പർവ്വതത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ താമസിക്കുന്നുണ്ട് നബിയേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും ആ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തെടുക്കുന്നുണ്ട് നബിയേ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഈ പർവ്വതത്തിന്റെ അകത്തൊരു മനുഷ്യനുണ്ടോ? എന്തൊരു അത്ഭുതമാണ് റബ്ബേ! പർവ്വതത്തിന്റെ അകത്ത് നിന്ന് മനുഷ്യൻ ജീവിക്കുന്നതിലല്ല അത്ഭുതം. കാരണം അഖിലാണ്ടത്തിൽ അധമനായ പടച്ച റബ്ബിന് അതിനൊരു പ്രയാസവുമില്ലല്ലോ. അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് കാണിച്ചു തരുമോ അല്ലാ? ആ മനുഷ്യനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ആ പർവ്വതത്തിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ആ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തെടുത്തു കൂടുന്ന ചെറുപ്പക്കാരന് ഒന്ന് കാണിച്ചു തരാവോ അല്ലാ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ നബിയേ. ആ ചെറുപ്പക്കാരന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പർവ്വതത്തിന്റെ സമീപത്തേക്ക് നിങ്ങൾ നടന്നു നീങ്ങുക. പർവ്വതത്തിന്റെ സമീപത്തേക്ക് നടന്നു നീങ്ങുക. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ സമീപത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹു പറയുന്ന നബിയേ, ഈ പർവ്വതത്തിന്റെ അകത്തുള്ള ചെറുപ്പക്കാരനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് നബിയേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്ന് ആ പർവ്വതത്തിന്റെ അകത്ത് നിന്ന് ചെറുപ്പക്കാരൻ അതാ എഴുന്നേറ്റ് വരുന്നു. അസ്സലാമു അലൈക്കും യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക്കും യാ നബിയല്ലാഹ്. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിനെ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന് ഖബറിന്റെ അകത്തുള്ള വിശേഷങ്ങൾ ചോദിച്ച പ്രവാചകനാണ്, നബിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മുടെ മുത്തുനബി ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ അവസ്ഥ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുത്തുനബിയാണ്. അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നീ ഭാഗ്യവാനാണ് മോനെ, നീ ഭാഗ്യവാനാണ് മോനെ, നീ ഭാഗ്യവാനാണ് മോനെ. എത്രയോ വർഷങ്ങളെക്കുള്ള ഈ പർവ്വതത്തിന്റെ അകത്ത് ആരുമില്ലാതെ ഇബാദത്തെടുത്തു കൂടുന്ന ചെറുപ്പക്കാരാ, എന്തേ നിനക്കല്ലാഹു ഇത്ര വലിയ സ്ഥാനം തരാ കാരണമെന്തേ? ഇത്ര വലിയ മഹത്വം തരാ കാരണമെന്തേ? നിന്നെ അല്ലാഹു ഇങ്ങനെ ബഹുമാനിക്കാ കാരണമെന്തേ? ഇത്രയും വലിയ മഹത്വം നൽകി അല്ലാഹുവിനെ ആദരിക്കാൻ കാരണമെന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനാണ്. തെറ്റിൽ നിന്ന് പിന്മാറി അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനാണ് ഞാൻ. മാത്രമല്ല, അല്ലാഹുവിനേക്ക് ഇത്രയും വലിയ ബഹുമാനം തരാനൊരു കാരണമുണ്ട്. അല്ലാഹു ബഹുമാനിച്ച റജബ് മാസത്തെ ഞാൻ ബഹുമാനിച്ചു നബിയേ. അല്ലാഹു ആദരിച്ച റജബ് മാസത്തെ ഞാൻ ആദരിച്ചു നബിയേ. അല്ലാഹു ഇഷ്ടപ്പെട്ട റജബ് മാസത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി നബിയേ. റജബുൽ ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാ.
അല്ലാഹ് വലിയ ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും നൽകി ആദരിച്ച മാസമാണല്ലോ നബിയേ. അതുകൊണ്ട് റജബ് വരുമ്പോ ഞാൻ പ്രത്യേകമായൊരു ഇബാദത്താണ്, അഥവാ എന്റെ മനസ്സ് നന്നാക്കി എന്റെ മനസ്സ് ക്ലിയർ ചെയ്ത് ആ റജബിലൂടെ ഞാൻ എന്റെ മനസ്സിനെ കേകിയെടുത്തു നബിയേ. അല്ലാഹ് ബഹുമാനിച്ച മാസമായ റജബിനെ ബഹുമാനിച്ചപ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആന്നതാണ്, റബ്ബേ എനിക്കൊരുപാട് കാലം ആരുമില്ലാത്ത സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത്, പർവ്വതത്തിന്റെ അകത്തിലുള്ള ഇബാദത്തെടുക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹുവേ. അങ്ങനെയാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ആ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തെടുത്ത് കൂടുന്നത്. ആ പ്രകാശമാണ് ആ ചെറുപ്പക്കാരന്റെ ഈമാനിന്റെ പ്രകാശമാണ്. ആ ചെറുപ്പക്കാരന്റെ ഈമാനിന്റെ പ്രകാശമാണ് ആ പർവ്വതം പ്രകാശിച്ചതെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ കാലങ്ങൾക്കപ്പുറത്തിനുള്ള വിജനമായ പ്രദേശത്തിലൂടെ നടന്നു പോകുമ്പോ ഒരുപാട് ദൂരെ നിന്ന് പ്രകാശം കണ്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ ആ പ്രകാശം അന്വേഷിച്ചപ്പോ അതിന്റെ അകത്ത് ഇബാദത്തെടുത്തുകൂടുന്ന ചെറുപ്പക്കാരൻ പരിശുദ്ധ റജബ് മാസത്തെ ആചരിച്ച് ബഹുമാനിച്ച് അല്ലാഹു വലിയ സ്ഥാനം നൽകിയ ചെറുപ്പക്കാരനാണ്. അറിവിന്നിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളോട് ഉസ്താദ് ഈ ചരിത്രം പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? ഇതല്ലാഹു ആദരിച്ച മാസമാ, ഇതല്ലാഹു ബഹുമാനിച്ച മാസമാ, ഇതല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാ. റജബിലൂടെ ശഅബാനിലേക്ക്, ശഅബാനിലൂടെ റമളാനിലേക്ക് വിശ്വാസിയുടെ ഹൃദയങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ കറകളിൽ നിന്നും ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ചെടുത്ത് യജമാനനായ റബ്ബിലേക്ക് മനസ്സ് കൊടുക്കേണ്ട മാസമാ ചെറുപ്പക്കാരാ. പഴയതുപോലെ ആയാൽ പോരാ, നിസ്കാരങ്ങളിൽ കൃത്യത കാണിക്കണോ, സുന്നത്തുകളിൽ കൃത്യത കാണിക്കണോ, സുന്നത്ത് നോമ്പുകളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണോ. അല്ലാഹുവേ ദിക്റിലൂടെ സ്വലാത്തിലൂടെ അല്ലാഹ് ഇത് നീ എനിക്ക് തന്ന അവസരങ്ങളാണ്, ഇത് നീ എനിക്ക് തന്ന അവസരമാണ് അല്ലാഹ് എന്ന് മനസ്സിലാക്കി റജബ് മാസത്തിലെ എപ്പോഴും റബ്ബിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കണോ. അങ്ങനെ റജബ് കഴിയുമ്പോ മാനസികമായി നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ ഇങ്ങനെ ഏറി വരും. റജബിൽ എല്ലാ മാനസികമായ എല്ലാ രോഗങ്ങളും മാറ്റാം. കിബ്റ് പാടില്ല, ഹസദ് പാടില്ല, വൈരാഗ്യം പാടില്ല, പൊരുത്തപ്പെടിപ്പിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാം. ഇനി റമളാനാണ് വരുന്നത്. റമളാനിന്റെ തലേ ദിവസം സ്റ്റാറ്റസ് വിടാൻ കാത്തു നിൽക്കാതെ റമളാനാണ് വരുന്നത് എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് അന്നേക്ക് കാത്തു നിൽക്കാതെ റജബിൽ തന്നെ ഒരുങ്ങണം നമ്മള്, റജബിൽ തന്നെ ഒരുങ്ങണം നമ്മള്, റജബിൽ തന്നെ ഒരുങ്ങണം നമ്മള്. അങ്ങനെ റജബിലൂടെ നല്ല മനസ്സ് പാകപ്പെടുത്തിയെടുത്ത് ശഅബാൻ എന്ന മുത്തുനബിയുടെ സ്വലാത്തിന്റെ മാസത്തിലൂടെ റമളാനാകുന്ന ഉമ്മത്തിന്റെ മാസത്തിലേക്ക് കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു വക്ത് നിസ്കാരം പോലും കളാവരുത്. എത്ര യാത്രയാണെങ്കിലോ, എത്ര വലിയ ജോലി തിരക്കാണെങ്കിലോ അല്ലാഹുവേ ഒരു വക്ത് നിസ്കാരം പോലും കളാവാതെ എന്റെ അറിവിന്ദിലാവിന്റെ മുത്തുകുടുംബങ്ങളെ ആരോടും പക വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും പിണങ്ങി നിൽക്കണ്ട, ആരോടും വിദ്വേഷം വേണ്ട. നിങ്ങളെ തെറി പറയാൻ ആളുകളുണ്ടാവോ, നിങ്ങളെ ചീത്ത പറയാൻ ആളുകളുണ്ടാവോ, നിങ്ങൾക്കെതിരെ മോശം പറയാൻ ആളുകളുണ്ടാവോ, നിങ്ങളെ കമന്റിലൂടെ മോശപ്പെടുത്താൻ ആളുകളുണ്ടാകും. അവരോടൊന്നും അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കുക. നമ്മളെ ചീത്ത പറഞ്ഞവർക്ക് നമ്മളെ മാപ്പ് കൊടുക്കുക. നമുക്ക് പാരവച്ചവർക്കെതിരെ നമ്മളെ മാപ്പ് കൊടുക്കുക. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ മാപ്പ് കൊടുക്കുക. ഒരാളെയും തിരിച്ച് ചീത്ത പറയരുത്, ഒരാളെയും തിരിച്ച് പരിഹസിക്കരുത്, ഒരാളെയും കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞവരെ പോലും തിരിച്ചു പറയരുത്, പാരവച്ചവർക്ക് പോലും തിരിച്ചു പണിയരുത്. അങ്ങനെ ഒരു വിശാലമായ മനസ്സ്
ഒരു നിഷ്കളങ്കമായ മനസ്സ് ഒരു മുസൽമാനോടോ ഒരു മുസ്ലിമിനോടോ വൈരാഗ്യമില്ലാതെ പാവപ്പെട്ടവൻ ആര് വരുന്നോ അവനെ തട്ടിമാറ്റാത്ത മനസ്സാവണോ, മൃഗങ്ങളോട് കാരുണ്യമുള്ള മനസ്സാവണോ. അല്ലാഹ് അങ്ങനെ നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, ഈ മജ്‌ലിസ് കേൾക്കുന്ന കുടുംബത്തില് ഏതെങ്കിലും മാതാപിതാക്കൾ തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഉമ്മയോ ബാപ്പയോ മക്കളോ പരസ്പരം അകന്നു കഴിയുന്നുണ്ടെങ്കിൽ, ഉമ്മ നിങ്ങളെ ചൂണ്ടിയിട്ടാ ഉസ്താദ് പറയുന്നത് ഇത് റജബാണ്, ഇനി ശഅബാണ്, റമദാനാ വരാൻ പോകുന്നത്. മക്കൾക്ക് നിങ്ങൾ വിളിക്കുക, വീട്ടിലേക്ക് അവരെ തിരിച്ചു വിളിക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയെ ബാപ്പയെ ഉപേക്ഷിച്ച് ലോഡ്ജിൽ പോയി താമസിക്കുന്ന കൂട്ടുകാരാ, തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമാ മോനെ. റജബല്ലേ, ശഅബാനല്ലേ, റമദാനല്ലേ വരുന്നത്. ഈ മാസത്തിലല്ലാതെ പിന്നെ ഏത് മാസത്തിലാ കൂട്ടുകാരാ നമുക്ക് മടങ്ങാൻ കഴിയുന്നത്? പിന്നെ ആരെയാ നമ്മളെ കാത്തിരിക്കുന്നത്? പിന്നെ ഏത് മാസമാ നമ്മളെ കാത്തിരിക്കുന്നത്? മടങ്ങി വാ മോനെ, ഉമ്മാന്റെ മടിത്തട്ടിലേക്ക് മടങ്ങി വാ ചെറുപ്പക്കാരാ, ബാപ്പാന്റെ പരിസരത്തേക്ക്. പിണക്കങ്ങളെല്ലാം മാറ്റണം, റമദാനല്ലേ വരുന്നത്. പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഒന്ന് നന്നാവണം, ഒന്ന് സലാം പറയണം, ഒന്ന് സലാം പറഞ്ഞൊന്ന് മിണ്ടണം. അതിന് നമ്മളെ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കരുത്. റജബ് കഴിഞ്ഞാൽ ശഅബാനാണ്, റമദാനാണ്. മുത്തുനബി ദുആനതല്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. റജബിലും റമദാനിലും, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റജബിന്റെ ബറക്കത്ത് കിട്ടിയ ഉമ്മയായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ ബാപ്പയായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ മരുമകളായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ മരുമകനായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ മുതലാളിയായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ തൊഴിലാളിയായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ ചെറുപ്പക്കാരനായി നിങ്ങൾ മാറണം, റജബിന്റെ ബറക്കത്ത് കിട്ടിയ ചെറുപ്പക്കാരിയായി നിങ്ങൾ മാറണം. അതിന് എന്ത് വേണോ? ആദ്യമായി മനസ്സ് നന്നാക്കണം, പിണക്കങ്ങളൊക്കെ മാറ്റിവെക്കണം. നിങ്ങൾ ഉസ്താദിന്റെ വാക്ക് നിങ്ങൾ നല്ലതുപോലെ വിലക്കെടുക്കണോ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്, റജബിനെ മുൻനിർത്തിയാ പറയുന്നത്. പിണക്കങ്ങളൊക്കെ മാറ്റണേ. എത്ര പിണക്കങ്ങൾ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ നന്നായി ഓരോ ദിവസവും വന്ന് പഴമക്കളുടെ പിണക്കത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഉസ്താദേ ഇനി ഞങ്ങൾ നന്നാവുകയാണ്, ഇനി ഞങ്ങൾ സലാം പറഞ്ഞ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അറിവിന്ദിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞു പോകുന്ന എത്രയെത്ര കുടുംബങ്ങളാണ് ദിവസവും ഇവിടെ വരുന്നത്. പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിച്ചത്. ഇനി നമ്മളാരെയും കാത്തു നിൽക്കണ്ട, നിങ്ങളെ ഇണങ്ങുക, നിങ്ങളെ സലാം പറയുക, പിണക്കങ്ങളൊക്കെ മാറ്റുക. അത് നിങ്ങളെ കുടുംബത്തിൽ മാത്രമല്ല എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും നീണ്ടുപോകാതെ റജബിലൂടെ, ശഅബാനിലൂടെ, റമദാനിലൂടെ നമ്മുടെ മനസ്സ് നന്നാക്കിയിട്ട് റബ്ബിലേക്ക് നമുക്ക് മടങ്ങാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ റജബ് മാസത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഇന്ന് പറഞ്ഞ ചരിത്രം നിങ്ങളൊക്കെ എഴുതി വെക്കാം. ഒരുപാട് ആളുകൾക്കുണ്ട് എന്റെ അറിവിന്നിലാവ് പുസ്തകം അല്ലേ? അറിവിനിലാവിൽ വരുന്ന നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദിക്റ് എഴുതി വെക്കുക. ഇന്നിപ്പോ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എഴുതി വെക്കുക. അത് മറന്നുപോയെങ്കിൽ ലൈവിന് വീണ്ടും കേട്ടാൽ മതി, അപ്പോൾ ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ എല്ലാവരും എഴുതി വെക്കണം. നിങ്ങൾക്കത് ഉപകാരമാവും, നിങ്ങളെ മക്കൾക്ക് ഒരു കാലത്ത് അത് ഉപകാരമാവും, പേരക്കുട്ടികൾക്ക് അത് ഉപകാരമാവും. ഇൽമി എഴുതി വെക്കണം, ഒക്കെ കൂലിയാണ്, ഒക്കെ കൂലിയാണ്. മുത്തുനബിയുടെ പേരെഴുതിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പേജിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് അവിടെ എല്ലാ കാലത്തോളം അതിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇൽമല്ലേ?
അറിവുകൾ കേൾക്കുന്നത് എഴുതി വെക്കണം. എൻ്റെ അറിവ് നിലാവ് എന്ന പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എഴുതി വെക്കണം. ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ഒക്കെ എഴുതി വെക്കണം. നിങ്ങൾ എഴുതി വെക്കും എന്നറിയാം. കുറെ ആളുകൾ ഇവിടെ വരുമ്പോൾ ഉസ്താദേ ഇതാണ് എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരലാണ്. മാഷാ അല്ലാഹ് എന്തൊരു സന്തോഷമാണ് കാണുമ്പോൾ. അപ്പൊ ആ ദിക്റുകളൊക്കെ എഴുതി വെക്കുക, അത് ചൊല്ലുക. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ നമ്മുടെ ആഖിറം നന്നാവാനുള്ള സബബായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ചരിത്രം, അടുത്ത മഹത്വം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലും പറഞ്ഞു തരും.